അവരെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണം എന്നൊക്കെ ഉള്ളത്. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പേടിക്കണ്ട കേട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കുഞ്ഞാഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അവരെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കറിയാമല്ലോ അവർക്ക് ഇത് ആഗ്രഹമുള്ള കാര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് സാധിക്കണം, എന്തായാലും നാട്ടിൽ വരുമ്പോഴേന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേരുടെയൊക്കെ ഒരു കുഞ്ഞാഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ കയറണം എന്നല്ലേ. എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അത്രയും ഒരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതുവരെ കയറാത്ത ആൾക്കാർക്ക് ഒരു തവണയെങ്കിലും കയറണം എന്ന് ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടു. കാരണം അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ പോകാൻ പറ്റും എന്നൊക്കെ. അതും ഞാൻ കൊണ്ടുപോകുന്നൊന്നും ഒട്ടും വിചാരിച്ചിട്ടേ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതും പിന്നെ അമ്മേൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വായോ. എന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ രാവിലെ വെളുപ്പിനായിട്ടുള്ളൂ. നമുക്ക് 8:30ക്കാണ് ഫ്ലൈറ്റ്. സോ നമുക്ക് ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അവരെല്ലാം താഴെ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. ഞാനും റെഡിയായി. സോ അപ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വായോ. ഞാൻ അപ്പോഴേക്കും ഇറങ്ങാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആട്ടോ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇൻഡിഗോയിൽ ഇതിനു മുന്നേ ട്രാവൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചുമ്മാ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ പോയപ്പം ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇൻഡിഗോൻ്റെ പോകുന്നത് നല്ല ഫ്ലൈറ്റ് ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു പ്ലാൻ. അപ്പോൾ അവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇൻഡിഗോ തന്നെ ചൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടു. അപ്പോൾ 1 വേ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫ്രം നമ്മൾ കൊടുക്കുകയാണ് കൊച്ചി, 2 നമ്മൾ കൊടുക്കുന്നത് ബാംഗ്ലൂരാണ്. പിന്നെ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് August 11 കേട്ടോ. സൺഡേ നോക്കി എടുക്കുകയാണ്. പിന്നെ പാസഞ്ചർ കൊടുക്കുകയാണ്. പാസഞ്ചറിൽ ഞാനും അമ്മയും 2 പേരും, പിന്നെ അച്ഛന് 60 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീനിയർ സിറ്റിസണിൽ അച്ഛനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം നമുക്ക് ഫ്ലൈറ്റുകളെല്ലാം വരും. ഓക്കെ, നമ്മളിതാ ഈ മോർണിംഗ് ഉള്ള ഈ ഒരു ഫ്ലൈറ്റാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. 8:30ക്ക് രാവിലെ പുറപ്പെട്ടാൽ 9:30ക്ക് എത്തുന്ന പോലത്തെ ഫ്ലൈറ്റ്. അപ്പോൾ ഇതെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ടോട്ടൽ ഫെയർ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. വരട്ടെ. ഓക്കെ, ഇനി നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസൊക്കെ അടിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ അടിക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് ഡീറ്റെയിൽസ് അടിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. ഇവിടെ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫുഡും സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ സീറ്റും സെലക്ട് ചെയ്യാം. ഫുഡൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. സോ ഇവിടെ ആഡ് ഓൺസ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫുഡൊന്നും വേണ്ട. അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ വരുന്നത്. സോ നമുക്ക് സീറ്റ് അവൈലബിൾ ആണ്. നമുക്ക് 3 പേർക്കുള്ള സീറ്റ് ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചുള്ള 3 സീറ്റുകൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ, ഒരു റോയിൽ തന്നെ ഉള്ളത്. സോ ഞാൻ ഈ ഐസിൽ സീറ്റിലിരിക്കുകയാണെങ്കിൽ അവർ 2 പേരും ഇവിടെ ഇരുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം, അവർക്ക് ജനലിൽ കൂടെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ സീറ്റാണ് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ സീറ്റ് എടുക്കും, ഒന്നില്ലെങ്കിൽ ഇതെടുക്കും. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ ഒരു റോ നല്ലതായിരുന്നു, പക്ഷേ ആ ഒരു റോ ഓൾറെഡി ഒക്കുപ്പൈഡ് ആണ്, ഈ 2 റോയും. അല്ലെങ്കിൽ ഞാൻ ഇതെടുക്കണം. നോക്കട്ടെ, ഞാൻ ഇതായിരിക്കും മിക്കവാറും എടുക്കുക. സോ എനിക്കിത് ചൂസ് ചെയ്യാണ്. അമ്മേൻ്റെ സീറ്റ് ഇത് ചൂസ് ചെയ്യാണ്, അച്ഛൻ്റെ സീറ്റ് ഇത് ചൂസ് ചെയ്യാണ് കേട്ടോ.
അപ്പോൾ ഇത് 3 ചൂസ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കുള്ള സീറ്റ് ചൂസ് ചെയ്യാൻ നോക്കിട്ടോ, കാരണം ഇതാണ് നമ്മുടെ, എവിടെയാണ് നമ്മുടെ വിങ്സ് വരിക, കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും നമ്മുടെ വിങ്സ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും സീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിലേക്ക് സീറ്റ് എടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ ഒരു റോയിൽ എവിടെയെങ്കിലും ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേനും റേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു റോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതോ ഇതെടുക്കണോ? അപ്പോൾ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്ത് കണ്ടോ, ചെറിയൊരു ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കിലേക്ക് ആയതുകൊണ്ട് കുറച്ച് കുറവാട്ടോ. ഫ്രണ്ടിലേക്കുള്ളതിന് 300 ആ റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. കുറച്ച് ബാക്കിലേക്ക് ആയതുകൊണ്ട് നമുക്കിതാ ഈ ഒരു റേറ്റാണ് വരുന്നത്. നമ്മൾ ഈ 3 സീറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വിങ്സ് ഏകദേശം വരുന്നത്. സോ നമ്മുടെ ടോട്ടൽ വരുന്നത് 10,868 ആണ് കേട്ടോ. 3 ടിക്കറ്റ്സാണ് മൊത്തം എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ലഗേജ് അലവൻസ് കേട്ടോ. നമുക്കൊരു 7 kg ക്യാബിൻ ബാഗും പിന്നെ ഒരു ചെക്കിൻ ബാഗ് 15 kg കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മൾ 1 ഡേ മാത്രം പ്ലാൻ ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മൾക്ക് അങ്ങനെ കാര്യമായിട്ട് ലഗേജൊന്നും എന്തായാലും വരില്ല. ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറ്റുക, അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ ഒരുപാട് ടൈം ഉണ്ടാവില്ല. സോ ഇനി പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റും കൂടി ചെയ്തതിനാൽ നമ്മുടെ ടിക്കറ്റ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പേയ്മെൻറ്റൊക്കെ ചെയ്തേ കേട്ടോ. നമ്മുടെ എല്ലാ റേറ്റും കാര്യങ്ങളും കഴിയുമ്പോൾ 11,000 സംതിങ് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ. ഇതിനും ചെറിയ എമൗണ്ടിൽ കിട്ടും കേട്ടോ, 2,000 റേഞ്ചിലൊക്കെ കിട്ടും. ഞാൻ എടുത്തേക്കുന്ന ഡേറ്റ് ഒരു സൺഡേ ആയതുകൊണ്ട്, പിന്നെ മോർണിംഗ് ടൈമിലുള്ള ഫ്ലൈറ്റൊക്കെ ആയതുകൊണ്ടും അങ്ങനെ ടൈം മാറുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 3,000 സംതിങ് ആയത്. അതല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ പോകാനായിട്ട് 2,500 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടിക്കറ്റ്സ് കിട്ടും കേട്ടോ ഒരാൾക്ക്. അപ്പം ഞാൻ എന്തായാലും പേ ചെയ്യാൻ വേണ്ടി പോകണം. സോ നമ്മുടെ ടിക്കറ്റ് ബുക്കായിരുന്നു കേട്ടോ, കൊച്ചി ടു ബാംഗ്ലൂർ August 11. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്നലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു August 11 ഫ്രീ ആവണമെന്നൊക്കെ. അപ്പോൾ അവർ എന്താന്നൊക്കെ ചോദിക്കും. എവിടെ പോണേന്നറിയാം? ഫ്ലൈറ്റിൽ കയറാൻ ഇഷ്ടമാണ്. അന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാ. ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നു, ബാംഗ്ലൂർ പോകുന്നു, എന്നിട്ട് അവിടെ ഒന്നുമില്ല, അവിടെ ആരും പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒരു അന്ന് തന്നെ റിട്ടേൺ രാത്രി തന്നെ വരും. രാത്രി റിട്ടേൺ പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തണം പോലെ. ഒരു ദിവസം മാത്രം. ബാംഗ്ലൂർ അങ്ങനെ പരിപാടിയില്ല. ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറാനുള്ള ഇതിന് വേണ്ടി ജസ്റ്റ് ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോയി അവിടെ ജസ്റ്റ് അവിടെ ഗാർഡനൊക്കെ പോകാൻ ജസ്റ്റ് അന്ന് രാത്രി തന്നെ തിരിച്ച് റിട്ടേൺ വന്ന പോലെ. ഇൻഡിഗോ പേടിക്കണ്ട കേട്ടോ. പേടിക്കാൻ മാത്രമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഹാപ്പി. ഇൻഡിഗോയിൽ പോവാം. രാവിലെ 8:30 ഫ്ലൈറ്റ്, 9:00 എത്തും. 1 മണിക്കൂറുള്ളൂ ഫ്ലൈറ്റ് ബാംഗ്ലൂർ വരെ. പെട്ടെന്നെത്തും. നീ ഫ്ലൈറ്റിൽ കയറിക്കുന്ന ഒരാഗ്രഹം വെക്കരുത്. അടിപൊളിയല്ലേ? സോ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഒരു കോഡ് സെറ്റാണ് കേട്ടോ, കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കും. അപ്പോൾ അതാ ഈ ഒരു കോഡ് സെറ്റാണ് ഇട്ടേക്കുന്നത്. സോ നമുക്ക് താഴേക്ക് പോവാം. പോവാമ്മേ. പേടിയുണ്ടാ? അച്ഛന് പേടിയുണ്ടോ അച്ഛാ? നമ്മുടെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഗേറ്റിലേക്ക് പോവാണ്. പോവാമ്മേ. ഇനിയിപ്പോൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ ബോർഡിംഗ് ആവും. ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗേറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അമ്മ എക്സൈറ്റഡ് ആണോ? എനിക്ക് എക്സൈറ്റഡ്. ആദ്യമായിട്ട് കയറണോണ്ടുള്ള പേടിയില്ല, അല്ലാതെ സന്തോഷം. അപ്പം നമുക്ക് പോവാം.
ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പോകണല്ലോ. ആ കയറിക്കോച്ച, ഞാനും കൂടി ഇരുന്നോട്ടെ. ആ रक्षा जैकेट को पाउच से निकालें और इस तरह सर के ऊपर से पहन। ഞാൻ പറഞ്ഞില്ലേ കുറേ നേരം ഓടും. റൺവേയിലേക്ക് പോകണേ ഉള്ളതാ. റൺവേ കയറിയിട്ടാ ബ്ലാക്ക് കളർ കണ്ട, റോഡ് ബ്ലാക്ക് കണ്ട. കയറണേ ഉള്ളൂ, വളയാനേ ഉള്ളൂ. സ്പീഡ് കൂടും, ഇച്ചിരി കൂടെ കൂടും. ആയില്ല, അതാണ് ശരിക്കുള്ള ടേക്ക് ഓഫ്. ഇത് ശരിക്കും ടേക്ക് ഓഫ്. അങ്ങോട്ട് നോക്കും, ഇപ്പൊ പൊങ്ങും. ടേക്ക് ഓഫ് ആയി. കുലിങ്ങണം, പേടിക്കണ്ട. ടേക്ക് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുലുങ്ങിയ കാഴ്ച കണ്ടിരിക്കുവല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഫ്ലൈറ്റ് യാത്ര? സൗണ്ടിൽ പറ. അടിപൊളി. അച്ഛന് ഇഷ്ടപ്പെട്ടോ അച്ഛാ? താഴെ കൂടെ പോകുമ്പോൾ ചാറ്റ പറയാറുണ്ട്, പക്ഷേ ഇപ്പൊ കയറാൻ പറ്റും. ബാംഗ്ലൂരിൽ നമ്മൾ ആകെ 1 ഡേ മാത്രമാണ് കേട്ടോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ മോർണിംഗ് 9:30 എത്തിയിട്ട് നൈറ്റ് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഇവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ പോയി മീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അവരുടെ കൂടെ കുറച്ചൊന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോരാ ചെയ്തു കേട്ടോ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് കേട്ടോ. ഞാനങ്ങനെ ബാംഗ്ലൂർ നിന്നിട്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ സിസ്റ്റർ ഇവിടെ നിന്നിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്കറിയാം ഇവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണെന്ന്. നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസിൽ എത്താൻ തന്നെ കുറേ നേരം ഓട്ടോയിൽ ഇരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ കുറേ ടൈം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗാർഡനിൽ വന്ന, പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാ, സൺഡേ ആയതുകൊണ്ട്. എൻ്റെ ഫ്രണ്ട് ആര്യ, ഞങ്ങൾ ഒരുമിച്ച ബാച്ചിലേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവള് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇവളാണ് ഇന്നത്തെ ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഞങ്ങൾ സ്നോ സിറ്റിയിൽ ജസ്റ്റ്
ഫസ്റ്റ് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സ്നോയിലൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സ്നോയിൽ കളിക്കാൻ വേണ്ടി പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കയറാറായി. ഇനി കയറാൻ വേണ്ടി പോകും. സ്നോയിൽ കളിക്കാൻ പോകും. ടയേർഡായിട്ടാണ്. പുറത്ത് നല്ല വെയിലുണ്ട്. ഭയങ്കര ടയേർഡാവുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. മറ്റേ സാധനം ഇങ്ങനെയൊന്നും അല്ലടാ. ഓ അമ്മ സ്നോയിൽ റെഡിയാണോ? അച്ഛാ റെഡിയായ പോവാ. ഓഫ് എന്റെ പൊന്നി ഇതിന്റെ അകത്ത് ഭയങ്കര തണുപ്പാണല്ലോ. അയ്യോട്ടാ കണ്ണും അച്ഛൻ്റെ തലയിരിക്കണോക്ക്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഡേ എൻ്റെ ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ സ്നോ വേൾഡിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ലാസ്റ്റായപ്പോൾ കാലുവേന എടുക്കാൻ തുടങ്ങി അല്ലേ? ഭയങ്കരമായിട്ട് കാലുവേന എടുക്കണ്ടേ. അമ്മ ഞാൻ ഓർത്ത് അമ്മ വെളിയിലിറങ്ങി പോകുമെന്ന് ഓർത്തു. പക്ഷെ പോയില്ല കേട്ടോ. ലാസ്റ്റ് വരെ ഞങ്ങൾ ഫുള്ള് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഇനി ഞങ്ങൾക്ക് രാത്രിയാണ് ബസ്സുള്ളത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. സ്നേഹമുണ്ട്, ഇപ്പുറത്ത് ആരുമുണ്ട്. അയ്യോ ഉണ്ടല്ലോ പുറം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഈ ഒരു അടിപൊളി ഡേ എൻ്റെ ആയിക്കുവാണ്. അച്ഛനും അമ്മയും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കിടന്നു പോകുന്നു ബസ്സിൽ പോകുന്നിട്ട്. അതാകുമ്പോൾ പിറ്റേന്ന് വേറെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കായിരുന്നു ഈ ഒരു ഡേയിൽ ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞ് അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ഈ അടുത്ത വീഡിയോയ്ക്ക് ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതും ഇതുപോലെ എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം സാധിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ വഴിയേ പറയാം. കുറച്ച് പേർക്കൊക്കെ ഓൾറെഡി അറിയാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.